ഈ ഐറ്റം കഴിച്ചിട്ട് ഞങ്ങൾ തക്കാളി ജാം നമ്മളെ ഡാഡി തമിഴ്നാട്ടിലാണ് ജോലി. അപ്പൊ മൂപ്പര ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളി ചെന്നൈ ബിരിയാണി ഒക്കെ കഴിച്ചു. അതിന്റെ മേലെ ഒരു തരുന്ന ഒരു ഡെസേർട്ട് ആണ്ടത്. സത്യം പറഞ്ഞാൽ ആദ്യം ഇത് തക്കാളിയാണെന്ന് പോലും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം. കുറച്ചായിട്ട് അത് കഴിക്കാൻ ഒരു പൂതി. എനിക്കറിയാം ഈ റമദാനിൽ ഇപ്പൊ ആരെങ്കിലും തക്കാളി ജാം ഉണ്ടാക്കാൻ പക്ഷേ സേവ് ചെയ്തോളി. നല്ല അടിപൊളി ബിരിയാണിക്ക് ശേഷമാണ് അത് കഴിച്ചു നോക്കി. സംഭവം സിമ്പിൾ ആണ്. ആദ്യം തക്കാളി ഒന്ന് പുഴുങ്ങിയെടുക്കുക, അതിന്റെ തോരി മാറ്റുക എന്നതാണ് മെയിൻ ഉദ്ദേശം. അത് മാറ്റി സെയിം പാനിലേക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക. നല്ല ഫ്രഷ് പശുവിൻ നെയ്യനെ ആഡ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് കുറച്ച് ബദം കൂടി ചേർത്ത് ഒന്ന് വറുത്ത് അതൊന്ന് കോരിയെടുത്താൽ നേരെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച തക്കാളി അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർക്കുക. 2 ഈത്തപ്പഴം കുരു കളഞ്ഞതും ചേർക്കുന്നുണ്ട്. കുറച്ചധികം പഞ്ചസാര ഏലക്ക പൊടിച്ചും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് അടച്ചു വെച്ചാൽ തക്കാളി നല്ല ഉടയണ വരെ കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ ഇതുപോലെ കുറുന്നനായിട്ടുള്ള ഉടഞ്ഞ തക്കാളി ജാം റെഡിയാവും. ശേഷം കുറച്ച് കാഷ്യൂസ് വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്താൽ നമ്മൾ തക്കാളി ജാം ഇവിടെ റെഡി. ആ നെയ്യും കാഷ്യൂസും ആ തക്കാളിയോട് കൂട്ടി കഴിക്കുമ്പോൾ തക്കാളിയാണെന്ന് തക്കാളി പോലും മറന്നു പോകും. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ അല്ലേ. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം.